എല്ലാവർക്കും നമസ്കാരമുണ്ട്. 10 രൂപ മാത്രം വിലയുള്ള നമ്മുടെ പേജ് വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്ന മല്ലിവിത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. എല്ലാവരുടെ ഒരു വിഷയമാണ് മല്ലി മുളയ്ക്കുന്നില്ല, എവിടുന്ന് വിത്തുകൾ വാങ്ങിച്ചു കഴിഞ്ഞാലും മല്ലിവിത്ത് മുളയ്ക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ മല്ലിവിത്ത് മുളയ്ക്കുന്ന രീതിയിലാക്കിയിട്ടാണ് നിങ്ങളിലേക്ക് തരുന്നത്. നമ്മൾ മല്ലിവിത്ത് പൊട്ടിച്ച് അതിൻ്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തി എല്ലാ വിത്തുകളും അങ്ങനെ തന്നെ ചെയ്യുന്നത്. 100% സക്സസ് ആകുന്ന വിത്തുകൾ മാത്രമേ നിങ്ങളിലേക്ക് എത്തിക്കുള്ളൂ. അല്ലാതെ വെറുതെ ഒരു പാക്കറ്റിൽ ഇതേ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തരുന്നൊരു പരിപാടിയില്ല. ക്വാളിറ്റി നമ്മൾ ഉറപ്പ് വരുത്തി മാത്രമേ തരുന്നുള്ളൂ. പിന്നെ എല്ലാ വിത്തുകളാണെന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും അത് 100% സക്സസ് ആവണമെന്നില്ല. അത് നമ്മൾ ചെയ്യുന്ന രീതികളും കാലാവസ്ഥയും, ഇനി ചിലപ്പോൾ മഴയൊക്കെയുള്ള സമയത്താണെങ്കിൽ മഴ തട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചില ഫെയിലിയേഴ്സ് വരാം. പക്ഷേ അതിൽ നമ്മൾ അത് ഇട്ടിട്ട് പോകരുത്, വീണ്ടും നമ്മൾ അത് ചെയ്യണം. അപ്പം എപ്പോഴും ഒരു പാക്കറ്റ് വിത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി നമ്മൾ ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ട് നമുക്ക് തോന്നുകയാണ് ഇതെന്തോ ശരിയാവുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളടുത്ത് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും. ഇനി വിത്ത് വാങ്ങിക്കുന്ന നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതായത് ഇപ്പോൾ തുടക്കക്കാർക്കൊക്കെ ഇപ്പോൾ അടുക്കള കൃഷിയാണെങ്കിലും വലിയ രീതിയിലുള്ള കൃഷിയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ പരിചയക്കുറവ് കാരണം എന്തെങ്കിലും പിഴവുകൾ സംഭവിക്കുമോ എന്നുള്ള ഒരു ആശങ്ക കാരണമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളടുത്ത് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്തിട്ട് എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് അത് ക്ലിയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ വിത്തുകൾ 10 രൂപ മാത്രം ഒരു പാക്കറ്റിന് വിലയുള്ള വിത്താണ് കേട്ടോ. അത് ഒരു ചായ പോലും 12 രൂപ തുടങ്ങിയാണ് ഇപ്പോൾ കിട്ടാനുള്ളത്. പക്ഷേ ഒരു പാക്കറ്റ് വിത്ത് നമ്മൾ 10 രൂപയ്ക്കാണ് തരുന്നത്, ഈ മല്ലി വിത്ത്. അതും 100% ജെർമിനേഷൻ, നല്ല ഹെൽത്തി പ്ലാന്റുകളായിരിക്കും. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം. ഇതിപ്പോൾ 7ാമത്തെ ദിവസത്തെ റിസൾട്ടാണ് കേട്ടോ. അതായത് വെറുതെ മണ്ണിലാണ് ഇതിട്ടിരിക്കുന്നത്. ഇതിൽ യാതൊരു വളങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. വിത്ത് വെതറി 2-3 നേരം സ്പ്രേ ചെയ്ത് കൊടുക്കണം, വെള്ളം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പം മഴയും വെയിലും തട്ടാത്തൊരു സ്ഥലത്ത് വെച്ചാൽ മതി. ഒരു 7ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു രീതിയിലേക്ക് ആ വിത്തുകൾ മാറും. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മല്ലിയുടെ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് ഭയങ്കര ഫീലാണ് കേട്ടോ. അപ്പോൾ മല്ലി കൂടാതെ എന്ത് വിത്തുകളും അടുക്കള കൃഷി എല്ലാ വീടുകളിലും നിർബന്ധമാക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ വീടുകളിലും ഒരു ചെറിയ സ്പേസ് ആണെങ്കിലും ഒരു അടുക്കള കൃഷി ഉണ്ടാവട്ടെ. അതിൽ സന്തോഷവും ആരോഗ്യവും ഇത് രണ്ടും ഉണ്ടാവട്ടെ. അപ്പം വിത്തുകൾക്കും സംശയങ്ങൾക്കും ഒക്കെ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ.